അതികായം നയിച്ചിരുന്ന പ്രസ്ഥാനം ഇന്ന് രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുകയാണല്ലോ. ഒന്ന് മകൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണെങ്കിൽ അത് ഇടതുപക്ഷത്തിലാണ്. മറ്റൊന്ന് രാഷ്ട്രീയ ചാണക്യൻ PJ ജോസഫിന്റെ നേതൃത്വത്തിൽ UDFന്റെ ഭാഗമാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ UDF രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ജോസ് കെ മാണിയെ UDFിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അണിയറയിൽ തിരക്കഥകളൊക്കെ തയ്യാറാകുന്നു. അല്ല, ജോസ് കെ മാണി UDFിൽ എത്തിയെന്ന് തന്നെ കൂട്ടിക്കോ. ഈ നീക്കം PJ ജോസഫിനെയും കൂട്ടരെയും പ്രകോപിതരാക്കിയിരിക്കുന്നു. UDF മുന്നണിയിൽ ഇനി പല ട്വിസ്റ്റുകളും വരും. എന്തൊക്കെയാവും കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ആ ഒരു വമ്പൻ നീക്കങ്ങൾ? ആകാംക്ഷയുള്ള ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളും ഇതിലുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ ഹൃദയഭൂമിയായ മധ്യ തിരുവിതാംകൂറിൽ വീണ്ടും ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് വെറുമൊരു അധികാര തർക്കമല്ല, പതിറ്റാണ്ടുകളായി കേരളം കണ്ടു പരിശീലിച്ച കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. അപ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം പിന്നിലേക്ക് പോകണം. 2020 ജോസ് കെ മാണി UDFിൽ നിന്നും പുറത്താക്കപ്പെട്ട ആ നിമിഷം ഓർക്കുക. ജോസഫും ജോസും തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ച് രണ്ടില ചിഹ്നത്തിനു വേണ്ടി കോടതികൾ കയറിയിറങ്ങിയ കാലം. അന്ന് UDF നേതൃത്വം ജോസഫിനൊപ്പം നിന്നപ്പോ ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം അങ്ങ് തേടിപ്പോയി. LDFിലെത്തി ജോസിന് രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും ഉൾപ്പെടെ വലിയ വലിയ പരിഗണനകളാണ് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടത് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു. എങ്കിലും ഇടതുമുന്നണിയുടെ തണലിൽ അവർ പിടിച്ചു നിന്നു. എന്നാൽ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഭയന്നാണോ അതോ സമുദായ താല്പര്യം സംരക്ഷിക്കാനാണോ ജോസ് തിരികെ വരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ജോസ് കെ മാണിയുടെ തിരിച്ചുവരവിന് പിന്നിൽ പ്രധാനമായും രണ്ട് ചാലക ശക്തികളാണുള്ളത്. ഒന്ന് ക്രൈസ്തവ സഭകളും മറ്റൊന്ന് മുസ്ലിം ലീഗും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ക്രിസ്ത്യൻ വോട്ടുകൾ ചിതറിപ്പോയത് UDFന് വലിയ ആഘാതം ഉണ്ടാക്കിയിരുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാഷ്ട്രീയ ശക്തിയായി കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഭിന്നിച്ചു നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. മറുഭാഗത്ത് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ മറ്റൊന്നാണ്. മലബാറിൽ ലീഗ് ശക്തി തെളിയിക്കുമ്പോഴും മധ്യ തിരുവിതാംകൂറിൽ ശക്തമായൊരു ഘടകമില്ലെങ്കിൽ UDFന് അധികാരത്തിൽ എത്താൻ കഴിയില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കളൊക്കെ നന്നായി അറിയാം. ജോസ് കെ മാണിക്ക് ഇപ്പോഴും പഴയ മാണി സാറിന്റെ അനുയായികളുടെ വലിയൊരു വോട്ട് ബാങ്ക് ഒപ്പമുണ്ട്. ഈ വോട്ട് ബാങ്ക് തിരികെ എത്തിച്ചാൽ കോൺഗ്രസിന് ഭരണത്തിലേക്ക് എളുപ്പത്തിൽ എത്താമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ പക്ഷം. അല്ലാതെ മതസൗഹാർദ്ദമാണെന്ന് തിരിച്ചറിച്ചവർ അങ്ങ് മാറി നിൽക്കുക. ഇവിടെയാണ് PJ ജോസഫ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ജോസ് കെ മാണി പോയപ്പോ ആ ഒഴിവിലേക്ക് വന്നത് ജോസഫ് ഗ്രൂപ്പാണ്. കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പഴയ ശത്രു തിരിച്ചു വരുമ്പോ കഥ മാറുമല്ലോ. ജോസഫ് ഭയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലതുണ്ട്. അതൊന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഒന്നാമത് സീറ്റ് നഷ്ടമാണ്. പാല, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സീറ്റുകളിൽ ജോസ് കെ മാണി അവകാശവാദം ഉന്നയിക്കും. നിലവിൽ ഇതിൽ പലതും ജോസഫ് ഗ്രൂപ്പിന്റെ സ്വപ്നങ്ങളാണ്. രണ്ടാം സ്ഥാനം നഷ്ടമാകൽ. UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന പദവിക്ക് വേണ്ടി ജോസഫ് കഷ്ടപ്പെടുമ്പോൾ ജോസ് വന്നാൽ ആ പദവി അവർ തട്ടിയെടുക്കും. 3 വിശ്വാസ്യത. തന്നെ പുറത്താക്കിയ മുന്നണിയിലേക്ക് ജോസ് വരുന്നത് ജോസഫിനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണോ എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. സ്വാഭാവികം. ജോസഫ് ഗ്രൂപ്പിലെ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇടതന്റെ സുഖം അനുഭവിച്ചും അടുത്തു വരുമ്പോൾ കയറി വരാൻ ഇത് സത്രമല്ല. ഇതിൽ വലിയൊരു രാഷ്ട്രീയ സത്യമുണ്ടേ. അധികാരത്തിന് വേണ്ടി എങ്ങോട്ടും ചാടുന്ന നേതാക്കൾക്കുള്ളൊരു താക്കീതാണിത്. എന്നാൽ രാഷ്ട്രീയത്തിൽ ധാർമ്മികത എന്ന വാക്കിന് എത്രത്തോളം വിലയുണ്ട്? ജോസഫ് ഗ്രൂപ്പിലെ അണികൾ ഇപ്പോൾ കടുത്ത നെഞ്ചുവേദനയിലാണ്. തങ്ങളുടെ നേതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സ്വാധീനമൊക്കെ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു ഗ്രൂപ്പിന് പകുത്തു നൽകേണ്ടി വരുമോ എന്നാണ് ഇവരുടെ എല്ലാം ഭയം. ജോസഫ് വിളിച്ച അടിയന്തര യോഗങ്ങളിൽ ഉയർന്ന പ്രധാന ശബ്ദവും ഇതായിരുന്നു: നമ്മളെ വഴി നൽകിക്കൊണ്ടുള്ള ഐക്യം വേണ്ട എന്ന്. ഇതിനിടയിൽ കോൺഗ്രസിന്റെ നിലപാട് സങ്കീർണമാണ്. പറഞ്ഞു വരുമ്പോൾ UDFിലെ കാര്യമൊക്കെ കോമഡിയാണല്ലേ. ഫുള്ള് ഗ്രൂപ്പ് തർക്കങ്ങളല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഔദ്യോഗികമായി അവർ ജോസിനെ സ്വാഗതം ചെയ്യുന്നില്ലെങ്കിലും പല ഉന്നത നേതാക്കളും ജോസ് കെ മാണിയുമായി രഹസ്യ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. ജോസഫിനെ പിണക്കാതെ ജോസിനെ എങ്ങനെ അകത്തെത്തിക്കാം എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന ഇപ്പൊ ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു റിസർച്ച് തന്നെ അവർ നടത്തുന്നുണ്ട്. ഒരു വശത്ത് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പഴയ മാണി കോൺഗ്രസ് ബന്ധം പുനഃസ്ഥാപിക്കൽ A ഗ്രൂപ്പിന് താല്പര്യമുണ്ട്. മറുവശത്ത് VD സതീശനും K സുധാകരനും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ എങ്ങനെ നീങ്ങുമെന്ന് കണ്ടറിയണം. ജോസഫിനെ അനുനയിപ്പിക്കാൻ അദ്ദേഹത്തിന് ഗ്രൂപ്പിന് കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകേണ്ടി വരും. എന്നാൽ സീറ്റുകളുടെ എണ്ണം പരിമിതമായ ഒരു സാഹചര്യത്തിൽ ഇത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. നമുക്ക് കോട്ടയത്തെയും ഇടുക്കിയിലെയും ഗ്രാമങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അവിടെയാണ് യഥാർത്ഥ പോരാട്ടം നടക്കുന്നത്. പാലായിൽ ജോസ് കെ മാണിക്കെതിരെയും ജോസഫിനെ അനുകൂലിച്ചും പോസ്റ്ററുകളൊക്കെ ഇപ്പൊ തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജോസഫ് വിഭാഗം അണികൾ പറയുന്നത് തങ്ങളുടെ ചോര നീരാക്കി വളർത്തിയെടുത്ത പാർട്ടി സംവിധാനം വഞ്ചകർക്ക് വിട്ടുകൊടുക്കില്ല എന്നാണ്.
തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ ഗ്രൂപ്പ് വൈരാഗ്യമൊക്കെ വോട്ട് മറിക്കലിലേക്ക് നയിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കേരള കോൺഗ്രസുകൾ തമ്മിലടിച്ച പല മണ്ഡലങ്ങളിലും CPM-ന് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് സത്യമാണ്. ഇതേ സാഹചര്യം വീണ്ടും ആവർത്തിക്കുമോ എന്നതാണ് UDF-നെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. CPM ഈ നാടകങ്ങളൊക്കെ എല്ലാം കൃത്യമായി കാണുന്നുണ്ട്. ജോസ് കെ മാണി UDF-ലേക്ക് പോവുകയാണെങ്കിൽ പകരം PJ ജോസഫിനെ LDF-ലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും അവർ തള്ളിക്കളയുന്നില്ല. സീറ്റ് മോഹികൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ആരെ സ്വീകരിക്കണമെന്ന് CPM-ന് വ്യക്തമായ ധാരണയുണ്ട്. ജോസഫ് UDF വിട്ടാല് അത് മുന്നണിക്ക് വലിയ ആഘാതമാകും. ഇടുക്കി ജില്ലയിൽ ജോസഫിനുള്ള സ്വാധീനം ഇടതുപക്ഷത്തിന് ഗുണകരവുമാകും. അങ്ങനെ വന്നാൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസമായി അത് മാറും. ജോസ് UDF-ലും ജോസഫ് LDF-ലും. എങ്ങനെയുണ്ടല്ലേ? നമുക്ക് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ എന്തായാലും പരിശോധിക്കാം. ഒന്ന് കടുത്തുരുത്തിയാണ്. മോൻസ് ജോസഫിന്റെ ഈ കോട്ട വിട്ടു നൽകാൻ ജോസഫ് ഗ്രൂപ്പ് ഒരിക്കലും തയ്യാറാകില്ല. എന്നാൽ ജോസ് കെ മാണിക്ക് ഈ മണ്ഡലത്തിൽ വലിയ താല്പര്യമുണ്ട്. രണ്ട് ചങ്ങനാശ്ശേരിയാണ്. CF തോമസിന്റെ മരണശേഷം ജോസഫ് ഗ്രൂപ്പ് കൈവശം വെച്ച ഈ സീറ്റിൽ മാണി വിഭാഗം അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മൂന്ന് ഇടുക്കിയും തൊടുപുഴയും. PJ ജോസഫിന്റെ തട്ടകമായി തൊടുപുഴയ്ക്ക് ഭീഷണി ഇല്ലെങ്കിലും ചുറ്റുമുള്ള സീറ്റുകളിൽ തർക്കം രൂക്ഷമായിരിക്കും. ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ UDF ഉന്നതാധികാര സമിതിക്ക് എത്രത്തോളം കഴിയും എന്നത് അറിയില്ല. ഓരോ സീറ്റും ഓരോ നേതാവിന്റെയും നിലനിൽപ്പാണ്. അവിടെ വിട്ടുവീഴ്ച എന്നത് ആത്മഹത്യാപരമാണെന്ന് അവർക്കറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വല്ലാത്ത പരക്കം പാച്ചിലാണ്. LDF ആയാലും UDF ആയാലും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ. ആദർശങ്ങളെക്കാളും നയങ്ങളെക്കാളും ഇവിടെ പ്രാധാന്യം നൽകുന്നത് സീറ്റുകൾക്കും സ്ഥാനങ്ങൾക്കൊക്കെയാണ്. ജോസ് കെ മാണിയുടെ തിരിച്ചുവരവും PJ ജോസഫിന്റെ പടയൊരുക്കമൊക്കെ ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ജോസഫിന്റെ നെഞ്ചുവേദന വെറുമൊരു അഭിനയമാണോ അതോ ആത്മാർത്ഥമായ ആശങ്കയാണോ? ജോസ് കെ മാണിയുടെ മടങ്ങിവരവ് UDF-നെ രക്ഷിക്കുമോ അതോ ശിഥിലമാക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം കാലം അല്ല, നമ്മുടെ തിരഞ്ഞെടുപ്പ് ഉത്തരം നൽകും. പക്ഷേ ഒന്നുറപ്പാണ്, വരാൻ പോകുന്ന മാസങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വലിയ അട്ടിമറികളുടേതായിരിക്കും. ഇപ്പോ ഈ 2026 തുടക്കത്തിൽ തന്നെ മുഴുവൻ ട്വിസ്റ്റുകളല്ലേ. ജോസ് കെ മാണി അങ്ങോട്ട് പോകുമെന്ന് പറയുന്നു, റോഷി അഗസ്റ്റിൻ ഇങ്ങോട്ട് പോകുമെന്ന് പറയുന്നു, പാർട്ടി അംഗത്വം സ്വീകരിക്കുമെന്ന് പറയുന്നു. എല്ലാം ഒരു ഇപ്പോൾ നിലവിൽ ഒന്നിനും ഒരു ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിനെല്ലാം വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിക്കും. തിരഞ്ഞെടുപ്പല്ലേ, നമ്മൾ തന്നെ കൈവയ്ക്കണം, നമ്മുടെ കയ്യിലെ എല്ലാം ഉള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും ജോസ് കെ മാണി UDF-ൽ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.